ഇവിടെ ഇതുവഴി നമുക്ക് ഗ്ലാസ് വാഷ് ചെയ്യാനായിട്ട് ഇതെല്ലാം ടാൻഡാണ്. നമ്മളുടെ ഹെൽറ്റിച്ചിന്റെ ടാൻഡ് ഫുൾ ഔട്ട് ആണ്, യൂണിറ്റ് ആണ് അല്ലേ. ഈ പറയുന്ന ഹാൻഡിലിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ രണ്ടും പുറത്തോട്ട് വരും. ഈ പറഞ്ഞ എന്തൊക്കെ ആക്സസറി എക്സ്ട്രാ ഒരു സ്ലൈഡർ ആഡ് ചെയ്തിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഇടാൻ വേണ്ടിയിട്ടുള്ള വിക്കർ ബാസ്ക്കറ്റ് ആണ്. അതിനകത്ത് 10 ബാസ്ക്കറ്റിന്റെ ടോൾ യൂണിറ്റ് ആണ്. രണ്ട് സൈഡിലും വരും അതിന്റെ ഹെഡിച്ച്. നമസ്കാരം. ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു, ഞാനും ആശയം കൂടെ ഒപ്പം ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ്. നമ്മുടെ വിക്ടർ സാറിന്റെ വീടിന്റെ വീഡിയോ, അതിന്റെ ഇന്റീരിയർ ആണ് ചെയ്തത്. ഇന്റീരിയർ ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് ആശ പറഞ്ഞു ഈ കിച്ചണിനകത്ത് മുഴുവൻ ആക്സസറീസ് ആണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചപ്പോഴത്തേക്കും അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണം എന്നതാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നു കാണുന്ന ആൾക്കാർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യാം. കാര്യം ചെയ്യുന്നത് ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണ് എപ്പോഴും വേണ്ടത്. പക്ഷേ ഇതൊരു ജസ്റ്റ് ഒരു സജഷനാണ്. നമ്മളൊരു കിച്ചൺ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ആക്സസറീസ് ചെയ്യാമോ, അതിൽ എന്തൊക്കെ ആക്സസറീസ് നമുക്ക് ചെയ്യാം, അതൊക്കെ എങ്ങനെ ഉപകാരപ്രദമാവും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വിക്ടർ സാർ സ്ഥലത്തില്ല, ഇതിന് ഇന്റീരിയർ പൂർണ്ണമായിട്ട് കഴിക്കുന്ന സ്പെക്ട്രോ ഡെക്കോറാണ്. സോ ആശയൻ്റെ ഒപ്പം ഉണ്ടാവും. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇന്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ 2 കിച്ചണാണല്ലോ അല്ലേ സാർ? അതെ, 2 കിച്ചണില് ഇത് വർക്കിംഗ് കിച്ചൺ ആണ്. ഇവിടെയാണ് ഫുൾ ആക്സസറീസ് എല്ലാം. ആക്സസറീസ് കൊടുക്കുമ്പോൾ നമുക്കതാ ഈ പിയാനോ സിങ്കാൻ തുടങ്ങാം. ഇത് പിയാനോ സിങ്കാണ് ഇരിക്കുന്നത്. ഇതുവഴി നമുക്ക് ഗ്ലാസ് വാഷ് ചെയ്യാനുള്ളത്, ഇതിങ്ങനെ നമ്മുടെ ഇതിലൊക്കെ ചെയ്യുന്ന പോലുള്ള സാധനം. പിന്നെ അതാ ഇവിടെ നമുക്ക് വെജിറ്റബിൾസ് വാഷ് ചെയ്യാനായിട്ടുള്ളത് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ് ഇത് നമുക്ക് വാട്ടർ പ്യൂരിഫയർ വാട്ടർ വരാനായിട്ടുള്ളത്. പിന്നെ ഇത് പൂർണ്ണമായിട്ട് ഏതാ ആക്സസറീസ് ഏതൊക്കെ ചെയ്തിരിക്കുന്നത്? ഇവിടെ ഹെഡിച്ചിന്റെ ബൈഫോൾഡ് ആക്സസറീസ് ആണ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് മറൈൻ പ്ലൈവുഡോ മെറ്റീരിയൽ ഏതൊക്കെ യൂസ് ചെയ്യുന്നത്? ഇതില് മറൈൻ പ്ലൈവുഡ് ആണ്. ഇത് അലൂമിനിയം ഫ്രെയിം ആണ്, അലൂമിനിയത്തിന്റെ ഗ്ലാസ് ആണ്. പിന്നെ ഇത് GTPT ആണ്, ഹെഡിച്ചിന്റെ തന്നെയാണ്. ഗ്ലാസ് ട്രേ, പ്ലേറ്റ് ട്രേ ഉണ്ട്. ഇതാണ് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ഏരിയയിലുള്ള ഇത് മാത്രമാണ് അല്ലേ. ഇത് താഴെ വരുമ്പോഴത്തേക്ക് നോർമലി വെള്ളം ആ പ്ലേറ്റ് ട്രെയിലായിട്ടാണ് വരുന്നത്. ക്ലീൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് എപ്പോഴും വെക്കുന്നത് വാഷ് ബേസിന്റെ മുകളിലാണ്. ആക്സസറീസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ GTPT നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും ഈ സിങ്കിനെ റിലേറ്റ് ചെയ്ത് ചിലർക്ക് ഇവിടെ വിൻഡോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ തൊട്ടടുത്ത് വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ അപ്പർ ലെവലിൽ വെക്കാം. അത് അവരവരുടെ സൈഡ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ചെയ്യാം. നേരത്തെ ഇനി ഒരു എളുപ്പ വഴി പറയുകയാണെങ്കിൽ GTPT ചെയ്യുന്നവരെ മുന്നേ ചെയ്തിരുന്ന പോലെ ഈ ഒരു ഭാഗം വേക്കന്റ് ആക്കും. അതെ, കട്ട് ചെയ്തിട്ട് പ്ലേറ്റ് അവിടേക്കും പ്ലേറ്റിൽ നിന്നുള്ള വെള്ളം അങ്ങനെ. അപ്പൊ നമുക്ക് ട്രേ വെക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനത്തെ ഒരു ഇത് ചെയ്യുന്നത്. ഇതെല്ലാം സ്റ്റോറേജ്, ഇതെല്ലാം സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ സ്റ്റോറേജ് ആണ്. ഓക്കെ, ഇവിടെ ഒരു സ്ലാൻഡിംഗ് മോഡലാണ് ബോഷിന്റെ ആണ്. 3 ബർണർ ആണ്. ആക്സസറീസ് ഉണ്ട്. ഇതെല്ലാം ടാൻഡാണ്. നമ്മളുടെ ഹെഡിച്ചിന്റെ ടാൻഡം കട്ട്ലറി, ടാൻഡം ബോക്സ് PVC ആണ്. PVC കട്ട്ലറി. PVC ആവുമ്പോഴത്തേക്കും വെള്ളത്തിന്റെ പ്രശ്നം വരത്തില്ല. ഇല്ല. പിന്നെ ഇതൊരു ബ്ലാക്ക് കണ്ടു, പ്രീമിയം കാറ്റഗറിയിലുള്ള ഹെഡിച്ച്. സാധാരണ ഗ്രേ ഒക്കെ ഇത് ബ്ലാക്ക് ആണ്. അപ്പോ പ്ലേറ്റ് വെക്കാനുള്ള ഇൻലെറ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പുൾ ഔട്ട് ആണ്, യൂണിറ്റ് ആണ് അല്ലേ. ബോട്ടിൽ പുൾ ഔട്ട്. ബോട്ടിൽ അത് ഓയിൽ പുൾ ഔട്ട്, ബോട്ടിൽ പുൾ ഔട്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ കോർണർ ആണ്. അതായത് ഒരു കിടിലൻ സാധനമാണ്. മാജിക് കോർണേഴ്സ് എന്നാ പറയാ. അത് എസ്കറോസലായിട്ടും ചെയ്യാറുണ്ട്, അല്ലാതെ ഇതുപോലെയും ചെയ്യാം. ഇങ്ങനെ ചെയ്ത് ഈ പറയുന്ന ഹാൻഡിലിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ രണ്ടും പുറത്തോട്ട് വരും. ഈ പറഞ്ഞ എന്തൊക്കെ ആക്സസറീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ആന്ത്രസൈറ്റ് കളറാണ് ഇതും ചെയ്തിരിക്കുന്നത് അല്ലേ. ഇത് ഓരോ ക്ലയന്റ്സിന്റെ നീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. എല്ലാ ഇതും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇത് വരുന്നത്. കോർണേഴ്സിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, അതിങ്ങനെയാണ് ഇത് വെക്കുന്നത്. കോർണറുകൾ അല്ലാതെയും ചെയ്യലുണ്ട്. ഇത് വരുമ്പോഴത്തേക്കുള്ള ബഡ്ജറ്റ് അതിൽ വരത്തില്ല. ഇത് മൊത്തം നമുക്ക് ലാമിനേറ്റ് ആണ്, HD ഗ്ലോസ് ആണ് വരുന്നത്. പിന്നെ ഇതില് നമ്മളുടെ റോളിംഗ് ഷട്ടർ ആണ്. ഇതിൽ നമ്മൾ മിക്സി ഒക്കെ വെക്കാനുള്ള ഒരു പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു സ്ലൈഡർ ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സി പുറത്തേക്ക് വന്നിട്ട് നമുക്ക് അത് പ്ലഗ് ചെയ്ത് യൂസ് ചെയ്യാം. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് വെക്കുക. ഇത് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നല്ലേ. അതെ, റോളിംഗ് ഷട്ടർ നമുക്ക്
ഇത് ചെയ്യും, അടച്ചിടുകയും ചെയ്യും. അതെ, ഇതിന്റെ തൊട്ടടുത്ത് താഴെ തന്നെ നമുക്ക് ഇതിന്റെ വിക്കർ ബാസ്ക്കറ്റ് ഉണ്ടല്ലേ. വിക്കർ ബാസ്ക്കറ്റ് പ്രധാനമായിട്ടും വെജിറ്റബിൾസ് ഇടാൻ വേണ്ടിയിട്ടുള്ള വിക്കർ ബാസ്ക്കറ്റ് ആണ്. അതിനകത്ത് കിടക്കുന്നത് ഉരുളക്കിഴങ്ങ്, സവോള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് ഹെഡിച്ചിന്റെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 3 വിക്കർ ബാസ്ക്കറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കെയിൻ ആണ്, ചീത്തയായി പോകുന്നു അങ്ങനെ ഡാമേജ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത് ടോൾ യൂണിറ്റ് ആണ്. അപ്പോ ടോൾ യൂണിറ്റ് ഇതില് 10 ബാസ്ക്കറ്റിന്റെ ടോൾ യൂണിറ്റ് ആണ്. അപ്പൊ 2 സൈഡിലും വരും. അതിന്റെ ഹെഡിച്ചിന്റെ തന്നെ ആക്സറീസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്നത് നമ്മൾ 2 ഡോറിലും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സ്റ്റോറേജ് ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പാകത്തിനുള്ള സാധനം ടോൾ യൂണിറ്റ് ആക്സറീസ് വന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി 10 കിലോ താങ്ങുന്നിടത്ത് 15 കിലോ വെച്ചിട്ട് അത് ഡാമേജ് ആയി എന്ന് പറയാൻ പാടില്ല. എത്ര കിലോ ആണോ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതെ, അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു എമൗണ്ടില് ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് നമ്മൾ ഇതിൽ അഡീഷണൽ സ്റ്റോറേജ് ആക്കിയിട്ട് കൊടുക്കുകയും ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ പറയുന്ന യൂസേജ് അവിടെയും നമുക്ക് ആക്സറൈസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ മോബ് സ്റ്റോറേജ് ആണ്. മോബ് സ്റ്റോറേജ് എല്ലാ വീടുകളിലും വേണ്ടതാണ്, ഒരു ചെറിയ ഏരിയ. ഇതിപ്പോ ഇങ്ങനത്തെ തുടക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് പുറത്ത് കാണില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് കൊടുത്തേക്കുന്ന ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. അതും പിന്നെ മുകളിൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പർ യൂണിറ്റ്സിലും അത്യാവശ്യം സ്റ്റോറേജ് ഉണ്ട്. ഒരു കിച്ചന് മാക്സിമം വേണ്ടുന്ന സ്റ്റോറേജ് ഇതില് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്പ്ലാഷ് ടൈൽ ആയാലും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ. പിന്നെ ഗ്രാനൈറ്റ് ടോപ്പിംഗ് ആണെങ്കിലും എല്ലാം ഇവിടെ എന്താ പറയാ യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീം ട്രീറ്റ്മെന്റ് ഡിഷ് വാഷർ കൊടുത്തിരിക്കുന്നത്. അതും എനിക്ക് തോന്നുന്നു ബോഷിന്റെ പ്രൊഡക്റ്റ് ആട്ടോ. എല്ലാം ബ്രാൻഡഡാ, നല്ല ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ കാണിച്ചത് അവർ നിരന്തരം യൂസ് ചെയ്യുന്ന വർക്കിംഗ് കിച്ചൺ. ഇനി ഇവിടെ ഒരു ഐലൻഡ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തും കുറച്ച് ആക്സറീസ് കൊടുത്തിട്ടില്ലേ? നമുക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് ഐലൻഡ് കിച്ചൺ ആണ് അല്ലേ? ഐലൻഡ് കിച്ചൺ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഐലൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് ചിമ്മിനി അടക്കം ബോഷിന്റെ തന്നെ പ്രൊഡക്റ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് എന്താ പറയാ, നമ്മുടെ ക്വാർട്സ് ആണ് മേളിൽ ടോപ്പായിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് അക്രലിക് അല്ലേ വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും. ഡിഫറെന്റ് പാറ്റേൺ ഉള്ള കളറാ. അതായത് കോമൺ കാണുന്ന ഒരു പാറ്റേണേ അല്ല. ഇംഗ്ലീഷ് അല്ലെ, ബീജോ പറയുന്ന ഒരു കളറാണ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഐലൻഡിൽ തന്നെ നമ്മൾ ആക്സസറീസ് കൊടുത്തിട്ടുണ്ട്. ബേസിക് ആക്സസറീസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതും ഹെഡ് കിച്ചന്റെ തന്നെയാണ്. പ്ലേറ്റ്, പ്ലെയിൻ, കട്ട്ലറി അങ്ങനെയുള്ള 3 ബേസിക് ആക്സസറീസ് എല്ലാം ആഡ് ചെയ്തിട്ട് ഇവിടെ ഒരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് അവിടെ ഇനിയിപ്പോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാൻ പാകത്തിനുള്ള ഒരു സ്റ്റോറേജ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഒരു സിംഗിൾ ബൗളായിട്ടുള്ള ഒരു സിങ്ക് ഉണ്ട്. പിന്നെ വേസ്റ്റ് ബിൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് ബിൻ ഇവിടെ ഉണ്ടല്ലേ? വേസ്റ്റ് ബിൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് മുന്നേ അവിടെ പറഞ്ഞ പുള്ളൗട്ട് യൂണിറ്റ് ഇവിടെയും ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെ മാജിക് കോർണേഴ്സ് ഇല്ലല്ലോ? ഇല്ലില്ല. കോർണർ യൂണിറ്റ്സ് കൊടുത്തിട്ടില്ലല്ലോ അല്ലേ? ഇല്ലില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ മാജിക് കോർണറിന്റെ പകരം നമ്മളിവിടെ സ്റ്റോറേജ് ആണ് കൊടുത്തേക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞേരേ. ഇവിടെ കോർണർ യൂണിറ്റ് കൊടുത്തിട്ടില്ല. ഇല്ല, ഇവിടെ സിംഗിൾ യൂണിറ്റ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ ഒരു സിംഗിൾ യൂണിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന സ്പേസ് ഇതാണ്. സോ നമ്മളിവിടെ ഇത് ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ട് സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത് ഫ്ലൂട്ടഡ് ഗ്ലാസ് അല്ലേ? അതായത് ഒരു അലൂമിനിയം ഫ്രെയിം വിത്ത് ഫ്ലൂട്ടഡ് ഗ്ലാസ്. ഇൻസൈഡ് ലൈറ്റ് ഒക്കെ കൊടുത്തു. ഇൻസൈഡും ആ ഒരു താഴെയും പോകുന്നുണ്ടല്ലേ? താഴെയും പോകുന്നു. ഫുൾ പ്രൊഫൈൽ ലൈറ്റ്സ്. ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മള് മറ്റേ ലൈറ്റ്സ് ഇടുമ്പോ അതിന്റെ ആ കുത്ത് ഇങ്ങനെ വിസിബിലിറ്റി വരും. അതെ, ഒരു ഫ്ലാഷ്. അതെ, ആ ഒരു ഫ്ലാഷ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഫ്ലൂട്ടഡ് ഗ്ലാസ് വിത്ത് അലൂമിനിയം ഫ്രെയിം ആണ് ചെയ്തിരിക്കുന്നത്. ഇതിലോട്ട് വരുമ്പോഴോ പ്രത്യേകിച്ച് ടോൾ യൂണിറ്റ് ഇല്ല ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഒരു ഓവൻ യൂണിറ്റ്, കൺസീൽഡ് ഓവനാണ്. ഇത് കൺസീൽഡ് ഓവനും നമുക്ക് ഇപ്പൊ ഓവൻ യൂസ് ചെയ്യുന്നവർക്കാണ് ഇങ്ങനെ. അല്ല എന്നുണ്ടെങ്കിൽ ഇത് വേണേൽ സ്റ്റോറേജ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഉപേക്ഷിക്കാം, ഒഴിവാക്കുകയും ചെയ്യാം. മിക്ക ആൾക്കാരും കൺസീൽഡ് ഓവൻ എല്ലാ ആൾക്കാരും അഫോർഡബിൾ ആവില്ല. അപ്പൊ അവരുടെ ഓവന്റെ സൈസ് നമ്മൾ ആദ്യം തന്നെ വാങ്ങിയിട്ട് നമ്മൾ വെക്കുക. ഇപ്പൊ ഫ്യൂച്ചറിൽ കൺസീൽഡ് ഓവൻ വേണമെങ്കിൽ 60x60 ഒരു സ്പേസ് അതിൽ വിട്ടുകൊടുക്കും. പല ആൾക്കാരും ആ സമയത്ത് പറ്റിയില്ലെങ്കിലും പിന്നീട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാലോ. അതെ. പിന്നെ ഇതൊരു ഭയങ്കര പല ആൾക്കാരും ചോദിക്കുന്നത് ഈ ഫ്രിഡ്ജ് ഏരിയ. ഫ്രിഡ്ജ് ഇപ്പൊ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ കൂടത്തിൽ ഇങ്ങനെ ഒരു ഫ്രിഡ്ജ് ഏരിയ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു എക്സ്ട്രാ പൈസ ആവുന്ന സാധനം ആവാന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനൊരു എക്സ്ട്രാ എമൗണ്ട് നമ്മൾ അതായത് ഈ ഒരു കവറിങ് ഏരിയ എന്ന് പറയുന്നത് എക്സ്ട്രാ എമൗണ്ട് തന്നെ വരും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടു, ഇതിപ്പോ നമ്മൾ നോർമൽ ഒരു തിക്നെസ് പോലും അല്ല, ഡബിൾ തിക്ക്. ആ ഒരു വിസിബിലിറ്റിയിൽ കാണാൻ കിട്ടിയാൽ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഈ കാണുന്ന ഫ്രിഡ്ജിന്റെ സൈഡ് കാണുമ്പോൾ ഒരു വൃത്തികേട് അതൊക്കെ മാറാനായിട്ട്
ഇത് വളരെ യൂസ്ഫുൾ ആണ്. അതൊരു ആർക്കി ഡ്രൈവ് പോലെ ആക്ട് ചെയ്യാണ്. പിന്നെ അതിന്റെ മുകളിലൊരു ഓപ്പൺ സ്റ്റോറേജും കൂടി കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇത് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് ആണെങ്കിലാണ് എപ്പോഴും ഇത് കണ്ടു, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ 90 അല്ല, ഇത് കണ്ടു അതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ഓപ്പണിംഗ് 120 ലെവലിലേക്ക് പോകും. അപ്പോൾ കറക്റ്റ് ആയിട്ട് ആ സ്പേസ് നോക്കിയിട്ട് വേണം ഇതുപോലെയുള്ള ഫ്രിഡ്ജുകൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. അതിപ്പോ വേണമെന്നുള്ളവർക്ക് ചെയ്യാം. ഇനിയിപ്പോ അത് ബഡ്ജറ്റ് അത്രയും പറ്റില്ല എന്നുള്ളവർക്ക് നമുക്ക് ഒഴിവാക്കാം. എങ്ങനെ വേണം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. നമ്മളെപ്പോഴും കസ്റ്റമൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഡിസൈൻ ആസ്പെക്ട്സിൽ ഓരോ ക്ലയൻസിനും ഓരോ റിക്വയർമെന്റ്സ് ആവും. അവരുടെ റിക്വയർമെന്റ്സ് ഫസ്റ്റ് പ്രയോറിറ്റി. സെക്കൻഡ് തിങ് എക്കണോമിക്കൽ ആക്കുക. ഒരു ക്ലയന്റിന്റെ ബഡ്ജറ്റ് ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവും. ചിലർക്ക് 10 ലക്ഷം രൂപ വരെ കിച്ചന് സ്പെൻഡ് ചെയ്യാൻ പറ്റും, ചിലർക്ക് 3 ലക്ഷം പറ്റുണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു ആസ്പെക്ട്സ് എന്താണോ അവരുടെ റിക്വയർമെന്റ്സ്, അവരുടെ ഡിസൈൻ ആസ്പെക്ട്സ്, ഇതെല്ലാം കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്കൊന്ന് ഒരു ഡിസൈൻ സജസ്റ്റ് ചെയ്യാനും ഇതുപോലെയുള്ള ആക്സസറീസ് ഒക്കെ സജസ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. യെസ്. ഇനി നമുക്ക് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ എവിടെയും നമ്മൾ പ്രൊജക്ട് ചെയ്ത് കൊടുക്കത്തില്ലേ? കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ പ്രൊജക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേ ഫുള്ളി ഓട്ടോമേറ്റഡ് സോഫ്റ്റ്വെയർ ഇന്റഗ്രേറ്റഡ് ഫാക്ടറി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സൈറ്റ് വർക്ക് എന്ന് പറയുന്നത് ഇൻസ്റ്റലേഷൻ മാത്രമാണ് ഉണ്ടാവുക. പിന്നെ അല്ലാതെയുള്ള പാനലിംഗ് വർക്ക് ഒക്കെ വരുമല്ലോ, ആർച്ച് പാനലിംഗ്, അതൊന്നും നമുക്ക് ഫാക്ടറി ചെയ്തു വന്നാൽ ഇവിടെ സൈറ്റിൽ ഓക്കെ ആവില്ല. അങ്ങനത്തെ പാനലിങ്, വിൻഡോ പാനലിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സൈറ്റിൽ നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ഇപ്പോൾ പല ആൾക്കാരും നമ്മുടെ പല വീഡിയോയിൽ വെച്ചിട്ടുണ്ട് ഐലൻഡ് കിച്ചൺ. ഇതൊരു കുക്കിംഗ് ഐലൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഐലൻഡ് കിച്ചൺ ചെയ്യാനായിട്ട് ഇത്ര സൈസ് ഉണ്ടോ, സൈസ് വേണമെന്നൊക്കെ ചോദിച്ചാൽ ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്. ഇവരുടെ ലിവിങ് അതുപോലെ നമ്മുടെ ഡൈനിങ് എല്ലാം കൂടി ഒരു ഓപ്പൺ ആയിട്ട് ഒന്നിട്ട് പാർട്ടീഷൻസ് ഒന്നുമില്ല. സോ ഇവർക്ക് ഇത് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പിന്നെ ഐലൻഡ് മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഒരു കൊച്ചു ഐലൻഡ്. എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക 5 ഫീറ്റ് 5ക്ക് 2 എന്നുള്ള സൈസിൽ ഐലൻഡ് കൊടുത്ത് സ്റ്റോറേജ് കൊടുത്ത് ചെയ്തിട്ടുള്ള വിത്ത് ചിമ്മിനി ഇവിടെ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഡെക്റ്റ് മേളിൽ കൂടെ അകത്തൂടെ കളഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലാത്തവർക്ക് ഐലൻഡ് ഒഴിവാക്കി നോർമൽ കിച്ചൺ ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിസിബിലിറ്റി കിട്ടുകയാണല്ലോ. അപ്പോൾ ഡൈനിങ്ങിൽ ഇരുന്നാലും എല്ലാം ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഭംഗി. പിന്നെ ലിവിങ് അങ്ങനെ ഒരു സെപ്പറേറ്റ് ചെയ്തൊന്നുമില്ല, എവിടെ ഇരുന്നാലും മൊത്തം വിസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. അത് തന്നെയാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ ഭംഗി, പ്രത്യേകത എന്ന് പറഞ്ഞത്. ആ രീതിക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഞങ്ങൾ ഇത്ര ആക്സസറീസ് ഉള്ളതുകൊണ്ട് പല ആൾക്കാരുടെയും ചോദ്യമാണ് ആക്സസറീസ് ചെയ്യണോ വേണ്ടയോ. ആക്സസറീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലത്, അതൊരു വേസ്റ്റ് അല്ല. പക്ഷെ അത് ബഡ്ജറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത് വേണോ വേണ്ടയോ നിങ്ങൾക്ക് തീരുമാനിക്കാം. ആസ് പെർ മൈ സജഷൻ ടോൾ യൂണിറ്റ് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. വീണ്ടും പറയുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് മാത്രമാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നും പറയുന്ന പോലെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.